നമ്മുടെ ഒപ്പമുള്ളത് ഗിരിധറാണ്. ഗിരിധറിന് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പരിചയം ഉണ്ടായിരിക്കും. കാരണം ഇതിപ്പോൾ മൂന്നാം വർഷവും ഗിരിധർ സ്റ്റേറ്റ് ലെവലിലേക്ക് മൃദംഗം മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ട് പോവുകയാണ്. കഴിഞ്ഞ 2 വർഷവും സ്റ്റേറ്റിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് സ്റ്റേറ്റ് ലെവലിലേക്ക് എത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് എങ്ങനെയുണ്ട് ഇത്തവണത്തെ കലോത്സവം? ഇത്തവണയും നല്ല കടുപ്പം തന്നെയായിരുന്നു മത്സരം. വളരെ എനിക്ക് ഉണ്ടായിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നന്നായി വായിച്ചു. അപ്പോൾ അതായിരുന്നു എനിക്ക് ഏറ്റവും ഉണ്ടായിരുന്ന ആശ്വാസം. ഫസ്റ്റ് കിട്ടട്ടെ കിട്ടാണ്ടിരിക്കട്ടെ, അതല്ല, നമ്മൾ വായിക്കണത് കൃത്യമായിട്ട് വായിക്കാൻ പറ്റി എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു 3 പ്രാവശ്യം ഞാൻ സ്റ്റേറ്റ് പോകണം എന്നുള്ളത്. അപ്പോൾ അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കരധികം സന്തോഷമുണ്ട്. ഹാപ്പിയായോ? അമ്മ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമുണ്ട്. മോന് ഇപ്രാവശ്യം കൂടി സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റി എന്നുള്ളതിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 2 വർഷം ആൾ പോയി. കുഞ്ഞുനാൾ തൊട്ട് 4 വയസ്സ് തൊട്ടേ ആൾ മൃദംഗം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. 13 വർഷമായി. അത് ഇപ്രാവശ്യം കൂടി ആയപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവന്മാരോടും ദേവിമാരോടൊക്കെ വളരെയധികം സന്തോഷം, നന്ദി പറയുന്നു. ഗിരിധർ ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ്? ഞാൻ 12th-ലാണ്. 12th-ലാണ്. അപ്പോൾ നമ്മുടെ കലോത്സവ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. അതിൻ്റെ ഒരു വിഷമമുണ്ടോ? ഉണ്ട്, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ലാസ്റ്റ് കലോത്സവമാണ്. ഇനിയിപ്പോൾ ഇത് കാണാൻ വരിക എന്നല്ലാണ്ട് വേദിയിൽ വായിക്കുകയോ അതിനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും സന്തോഷമായി. കാരണം ലാസ്റ്റ് ആയാലും സ്റ്റേറ്റ് പോകാൻ പറ്റിയല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ മാഷിനോടും. എൻ്റെ മാഷ് വിഷ്ണു ചിന്താമണി എന്നാണ് സാറിൻ്റെ പേര്, കലാമണ്ഡലത്തിലാണ്. അപ്പോൾ സാറിനോടും പിന്നെ അമ്മ എല്ലാവരോടും വളരെയധികം. നമ്മൾ കഴിഞ്ഞ 3 വർഷം എന്ന് പറയുമ്പോൾ ഇത് 10, 9, 8 3 വർഷവും സ്റ്റേറ്റിൽ തൃശ്ശൂർ ജില്ലയെ റെപ്രസെൻറ്റ് ചെയ്ത് മൃദംഗം വായിക്കാനായിട്ട് പോയി എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. ഇനി മുൻ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ യു-പിയിലും 5ാം ക്ലാസ് മുതൽ പോകാറുണ്ടോ മത്സരങ്ങൾക്ക്, കലോത്സവത്തിന്? ഇല്ല, HS തൊട്ടാണ് മൃദംഗ മത്സരം ഉള്ളത്. ഓക്കെ. അപ്പോൾ 9 തൊട്ടിട്ടാണ് പോയി തുടങ്ങിയത്. 9-ൽ പ്രൈസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു വാശിയായി വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ 10 തൊട്ട് അങ്ങനെ, അതായത് 10, 11, 12 അങ്ങനെയാണ് നമ്മൾ 3 വർഷം പോകുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു പ്രത്യേക തരം സന്തോഷമാണ് നമുക്ക് ഗിരിധറിനെ കാണുമ്പോൾ. ഈ മുഖമാണെങ്കിൽ നമുക്ക് വളരെയധികം പരിചിതമാണ്. കലോത്സവ വേദികളിൽ എപ്പോഴും കണ്ടുപരിചയമുള്ളൊരു മുഖമാണല്ലോ. ഗിരിധർ പഠിക്കുന്നത് എവിടെയാണ് സ്കൂള്? ഞാൻ പഠിക്കുന്നത് സെൻറ്റ് ജോസഫ് HSS പാവർട്ടി. സ്കൂളിനും അഭിമാനമാണ് ഗിരിധർ. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി സ്റ്റേറ്റ് ലെവലിൽ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഇപ്രാവശ്യം എ ഗ്രേഡ് നേടാൻ സാധിക്കട്ടെ. ഇനി അടുത്ത വർഷം കലോത്സവത്തിൽ കാണാമെന്ന് പറയുമ്പോൾ മത്സരാർത്ഥിയായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് ആസ്വാദകരായിട്ട് കണ്ടുമുട്ടാം അല്ലേ? ഓക്കെ, താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്.